അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് നമ്മളെ ഇസ്ലാമിക് സ്പീച്ച്. ഇന്ന് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ യതീംഖാനകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് യതീംഖാനകളൊക്കെ. അന്നൊക്കെ 300-400 കുട്ടികളുള്ള യതീംഖാന ഉണ്ട്. 500 അതിൽ കൂടുതൽ യതീംഖാനകളൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഇന്ന് യതീംഖാനകൾ ഉണ്ടെങ്കിലും കുട്ടികൾ വളരെ വളരെ കുറവാണ്. 400 കുട്ടികൾ യതീംഖാനയിൽ 30 കുട്ടികളുടെ പേരൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യതീംഖാനകളിലെ കുട്ടികൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ പിടിച്ചു നിൽക്കുകയാണ് യതീംഖാനകളൊക്കെ. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 10, 20, 30 കൊല്ലം മുമ്പ് ഒന്നും ഈ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് വൃദ്ധസദനങ്ങൾ കണ്ടമാനം എല്ലാ ഭാഗത്തുകൂടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനസ്സ് വേദനിക്കുന്ന ഒരു രംഗമാണ് വൃദ്ധസദനങ്ങളിൽ ചെന്നാൽ നമ്മൾ കാണുന്നത്. ഞാനൊരു വൃദ്ധസദനം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ അവർ ചോദിക്കുമ്പോൾ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഉന്നത നിലവാരത്തിൽ പഠിച്ചുയർന്ന് പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ഭാര്യമാരെ കൂടെ പോയി അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, അങ്ങനെയാണ്. വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളെ നോക്കാൻ വീട്ടിലാരുമില്ല. ഒരു ഭാഗത്ത് വാപ്പയും മറ്റൊരു ഭാഗത്ത് ഉമ്മയും ഞെരങ്ങി മൂളി കിടക്കുക. പോകുന്ന മക്കൾ അവരെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഈ അവസരത്തിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധമായ ദീൻ ഈ വൃദ്ധസദനങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? മുഹമ്മദ് ദുർബലരോട് ദയയുള്ളവനും സുശീലനും ലളിതമായി വർത്തിക്കുന്നവനും മനസ്സ് അരിവുള്ളവനുമായിരുന്നു. ധാരാ പറയുന്നതല്ലോ, ഒരു ജർമ്മൻ ഓറിയന്റലിസ്റ്റായ ഫ്ലോർ ആൻഡ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മാതൃകയുണ്ടാണ് എല്ലാ നിലക്കും. യത്തീമായി വളർന്ന ഒരു പ്രവാചകൻ ഒരു യത്തീം കുട്ടിയുടെ വേദന മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, സ്വന്തം മക്കളെ യത്തീം കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്ത് ഉമ്മ വെക്കരുത്, തലയോടരുത്. അത് ആ കുട്ടിക്ക്, യത്തീം കുട്ടിക്ക് വേദനയാവും. ആ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്വന്തം മക്കളെ യത്തീം കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെക്കാനോ ലാളിക്കരുത് എന്ന്. ആ കുട്ടി വേദനിക്കും. എനിക്കൊരു വാപ്പുണ്ടായിരുന്നെങ്കിൽ എന്നാവില്ലേ. അന കാഫിൽ യത്തീം ഫിൽ ജന്നത്തി ഹാക്കഥ. ഞാനും യത്തീമിനെ സംരക്ഷകം സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന് എങ്ങനെ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ ബുധന്മാരോട് ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ബസ്സിൽ കയറിയാൽ സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർക്ക് സംവരണം. ഹോസ്പിറ്റലിൽ പോയാൽ മുതിർന്ന പൗരന്മാർക്കുള്ള സംവരണം. അതുപോലെ തന്നെ പല ഓഫീസുകളിലും പല മേഖലകളിലും ഈ സമ്പ്രദായം നമ്മുടെ സർക്കാർ നടത്തി വരുന്നുണ്ടെങ്കിലും ബസ്സിൽ കയറുമ്പോഴാണ് ഇത് ഏറ്റവും വേദനാജനകമായ രംഗം കാണാറ്. വയസ്സായ ആൾക്കാർ സ്വന്തം വാപ്പാനെയും അച്ഛനെയും പിതാവിനേക്കാൾ ആൾക്കാരൊക്കെ കമ്പിയിൽ പിടിച്ച് നിൽക്കുമ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളും അല്ലാത്തവരും സുഖമായിട്ട് സീനിയർ സിറ്റിസൻ്റെ സീറ്റ് പോലും ഒഴിഞ്ഞു കൊടുക്കാതെ ബസ്സിലിരിക്കും. ഇത് വളരെ വിഷമമുള്ളതാണ്. ഈ ന്യൂ ജനറേഷന് മാതാപിതാക്കളോടും മുതിർന്ന പൗരന്മാരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ചടങ്ങ് നടത്തുകയാണ്. ആ ചടങ്ങിൽ കുറേ പേര് വന്നിട്ടുണ്ട് കേൾക്കാൻ. കുറച്ച് പിന്നിലേക്ക് നോക്കുമ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാർ നിൽക്കുകയാണ്. പ്രവാചകൻ താൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് പോയി അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് മുമ്പിലിരുത്തി അവരുടെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചു. അതിന് വേണ്ടുന്ന പരിഹാരം കാണിച്ചു കൊടുത്തു. സന്തോഷിച്ചുകൊണ്ട് അവർ പോയി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് സഹാബത്തിനോട് പറഞ്ഞു, മല്ല യുവക്കിർ കബീറന വലം യർഹം സഈറന വലൈസ മിന്ന. പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കാത്തവരും പ്രായം കുറഞ്ഞവരെ സ്നേഹിക്കാത്തവരും എന്നിൽ പെട്ടവനല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ
നമ്മേക്കാൾ പ്രായമുള്ളവർ നമ്മൾ എപ്പോഴും എന്ത് വേണം? ആദരിക്കണം. പ്രായമുള്ള ഒരു മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിനോട് തുല്യമാണ് എന്ന് നബി പഠിപ്പിച്ചു. പ്രായമായ ഒരു മുസ്ലിമായ ഒരു സ്ത്രീയാവട്ടെ ഒരു പുരുഷനാവട്ടെ എവിടെ വെച്ച് കണ്ടാലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ബസ്സിൽ കയറാൻ അതൊക്കെ സദക്കെന്ന് പഠിപ്പിച്ച ഹദീസ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഭയാനകമായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു കെട്ട് വിറകുണ്ടാക്കിയിട്ട് അതൊന്ന് പിടിച്ചു കൊടുക്കാൻ നബിനോട് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിറകും കെട്ട് ഉയർത്തിപ്പിടിച്ച് നബിയുടെ തലയിൽ വെച്ചിട്ട് ആ സ്ത്രീക്ക് എവിടെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത് അവിടെ എത്തിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ ജൂത വൃദ്ധയുടെ വിറക് ചുമട്ടുകാരനായ സംഭവം. അവസാനം ആ സ്ത്രീ പറഞ്ഞു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു പുതിയ മതവുമായിട്ട് ഒരു പ്രവാചകനാണ് അത്ര വന്നിട്ടുള്ളത്. തന്നെ പോലെയുള്ള ആൾക്കാരൊന്നും അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട മാതാവേ, ഞാനാണ് ആ പ്രവാചകൻ, ഞാനാണ് മക്കയിൽ നിന്ന് ഇവിടെ വന്ന പ്രവാചകൻ. അവിടെ വെച്ച് ആ സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇതാണ് പ്രവാചകൻ്റെ മാതൃക. ഇതാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. നമ്മളിന്ന് എവിടെ ചെന്ന് നോക്കിയാലും സ്വന്തം മക്കൾ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. അതാണ് വൃദ്ധസദനങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനാഥശാലകൾ ഇല്ലാതെയാവുന്നു. അനാഥശാലകളിൽ കുട്ടികളില്ലാതെയാവുമ്പോൾ വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നു. വൃദ്ധസദനങ്ങളിൽ ധാരാളം ബുധന്മാർ. അവിടെ ചെന്ന് നോക്കിയാൽ വളരെ വേദനാജനകമായ കാഴ്ചകൾ കാണാൻ കഴിയും. മക്കളുണ്ട്, അമേരിക്കയിലാണ്, അവിടെയാണ്, ഇവിടെയാണ്, കുട്ടികളൊക്കെ ഉണ്ട്, ആരും നോക്കാനില്ല. എത്ര വരുമാനം ഉണ്ടായാലും ഒരു മകൻ്റെയോ ഒരു മകളുടെയോ ബാധ്യതയിൽപ്പെട്ടതാണ് മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത്. അതിനൂടെ നിയമമുണ്ട്. കേസ് കൊടുത്താൽ ആ മക്കളെ പിടിച്ച് മാതാപിതാക്കളെ നോക്കാനുള്ള ചുമതല ഏൽപ്പിക്കും. മാപ്പാർക്കും ഉമ്മാർക്കും ഒക്കെ വരുമാനം ഉണ്ടെങ്കിലും മക്കളെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളെ നമ്മൾ കൈവടിയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഉദാഹരണം നമ്മൾ കേട്ടു, 2 കഥകൾ നമ്മൾ കേട്ടു. വല്ല യുവക്കർ കബീറന വല യുർഹം സഹീറന അവലേസമില്ല. അപ്പോൾ വയസ്സായ ആൾക്കാരെ, പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കാത്തവരും പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കാത്തവരും എന്നിൽപ്പെട്ടവനല്ല. അതാണ് ആ ഫംഗ്ഷനിൽ വന്ന വയോബുധന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചുകൊണ്ട് ഈ സംഭവം. ഇനിയും മക്കം ഫത്തഹ് കഴിഞ്ഞ ദിനം എല്ലാവരും കൂട്ടായി ഇസ്ലാമിലേക്ക് വന്നിക്കാണ്. എല്ലാവരും, കുറേ ആൾക്കാർ പേടിച്ചു പോയി, അവരൊക്കെ പിന്നെ തിരിച്ചു വന്നു. എവിടെയും പോകാതെ വളരെ വയസ്സായ 90ഓളം വയസ്സായ ഒരാളായിരുന്നു അബൂ ഖുഹാഫ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ്. എല്ലാതും ഒച്ചടങ്ങിയപ്പോൾ വരുന്ന ഇസ്ലാമം സ്വീകരിക്കണു ഒക്കെ ആയപ്പോൾ അബൂ ഖുഹാഫക്ക് വയസ്സായിട്ടുണ്ട്, നടക്കാൻ വയ്യ. സ്വന്തം പിതാവിനെ അതിൻ്റെ മുമ്പും പലതവണ ഇസ്ലാമത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഉപദ്രവിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, എതിര് പറഞ്ഞിട്ടില്ല. അബൂ താലിബിൻ്റെ ആ ഒരു നയമായിരുന്നു അബൂ ഖുഹാഫയും സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂ ഖുഹാഫയുടെ കയ്യും പിടിച്ചിങ്ങനെ വരികയാണ്. എവിടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖുഹാഫയുടെ മുടിയൊക്കെ ഇങ്ങനെ ചെമ്പിച്ച വെളുത്ത മുടിയാണ്. അപ്പോൾ പറഞ്ഞു, ഈ മുടിക്ക് നിങ്ങൾക്ക് ചായം കൊടുത്തൂടെ, കളർ കൊടുക്കുക, മൈലാഞ്ചി ഇടാമെന്നാണ് പറഞ്ഞത്, കറുപ്പിക്കാനല്ല പറഞ്ഞത്. അതിനൊരു ഉദാഹരണമാണ്. അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖുഹാഫനെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, എന്താ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ചെയ്തത്? ഇത്രയും വയസ്സായ ഒരാളെ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ സമീപിച്ച് കാര്യങ്ങൾ പറയുകയല്ലേ? നിങ്ങൾ ഇമാതിരി അബദ്ധം ചെയ്തു പോയല്ലോ. നിങ്ങളെ പിതാവാണ്, എൻ്റെ പിതാവിന് തുല്യമാണ്, ഇത്രയും വയസ്സായിട്ട് കയ്യും പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അബൂ ഖുഹാഫ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ നൽകി സ്വീകരിക്കുമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ പ്രായമുള്ളവരെ ഇത്തരത്തിലുള്ളൊരു സീനിയർ സിറ്റിസൺ സംവരണം ഇപ്പോഴല്ലേ സീനിയർ സിറ്റിസണൊക്കെ വന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്തഹിൻ്റെ അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു,
പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും പ്രായം കുറഞ്ഞവരെ സ്നേഹിക്കുകയും വേണം. അതാണ് അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് തന്നെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാം, പ്രായമായ ആൾക്കാർക്ക് എവിടെയും നമ്മൾ എന്ത് വേണം, സംവരണങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഒന്നുകൂടി പറയുന്നു, യത്തീംഖാനകൾ ഇല്ലാതെയാകുമ്പോൾ യത്തീംഖാനയിൽ യത്തീം കുട്ടികൾ ഇല്ലാതാവുന്ന ഈ വർത്തമാന കാലത്ത് വൃദ്ധസദനങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. ആ വൃദ്ധസദനങ്ങളിൽ നോക്കാൻ ആളില്ലാത്തവർ, അഥവാ മക്കളും കുട്ടികളും ഉണ്ടായിട്ടും അവർ നോക്കാതെ ആ വൃദ്ധസദനങ്ങളിൽ കണ്ണീരും കയ്യും ദുഃഖമായി കഴിയുന്നൊരവസ്ഥയാണ്. അപ്പോൾ മനുഷ്യനെ ഈ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. ഈ ആയത്തോട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഓതുന്ന ആയത്ത് അധ്യായം 30 റോം എന്ന് പറയുന്ന അധ്യായത്തിലെ 54-ാമത്തെ ആയത്താണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്കും പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താ പറയുന്നറിയാം, അള്ളാഹുല്ലദീ ഖലഖക്കും മിൻ ലഅഫിൻ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ലഅഫാണ്, ബലഹീനരായും കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്. ഏതോ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലഅഫാണ്, ഒന്നുമല്ല, വെറും ഇന്ദ്രിയത്തുള്ളികളിൽ നിന്നാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. മിൻ ലഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവത്തൻ, പിന്നെ ഈ ലഅഫിന് ശേഷം, ഈ ബലഹീനതയ്ക്ക് ശേഷം എന്തായി, ഖുവത്ത്, ശക്തിയുള്ളവരാക്കി തീർത്തു. സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ലഅഫൻ, വീണ്ടും ഈ ശക്തിക്ക് ശേഷം വീണ്ടും ബലഹീനരാക്കി മാറ്റി. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ജീവികളും അതിൻ്റെ പ്രസവം നടന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയകൾ കഴിഞ്ഞ് പുറത്തേക്ക് ജനിച്ചു വീഴുന്ന ആ കുട്ടി മണിക്കൂറുകൾ കൊണ്ട് സ്വയം പര്യാപ്തത നേടുന്നു. അതിന് വേണ്ടുന്ന ഭക്ഷണത്തിനും ഒക്കെ അത് കഴിവ് നേടുന്നു. അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കോഴിക്കുഞ്ഞ് അപ്പം തന്നെ കൊത്തിപ്പൊറുക്കി നടക്കുന്നു. അങ്ങനെ എല്ലാ ജീവികളും അങ്ങനെ തന്നെ, മനുഷ്യരൊഴികെ. മനുഷ്യന് സ്വയം പര്യാപ്തതാണ്. 5 വയസ്സിലാവാതെ അവന് മാതാവിനെ വിട്ടുപോകാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുവരെയും വേണം. 2 കൊല്ലം മാതാവിൻ്റെ മാർവിടത്തിൽ കിടന്ന് അമ്മിഞ്ഞ് കുടിക്കും. അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മനുഷ്യന് ഇത്രയും വലിയ കഴിവുള്ള മനുഷ്യൻ ആദ്യം വരുന്നതിന് ലൈഫായിട്ടാണ്. പിന്നെ കുറേ കഴിഞ്ഞ് അവൻ ലൈഫൊക്കെ മാറി അവൻ സ്വയം പര്യാപ്തത നേടണം. കൂവത്തൻ, ശക്തി ആർജിക്കുന്നു. അവൻ എത്രയോ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. അങ്ങനത്തെ മഹാന്മാരായ പലരും എന്താണ്, അവശയായി കിടക്കുന്ന ബെഡിൽ കിടക്കുന്നതാണ്. എത്രയോ പ്രായമായ ആൾക്കാർ, ആരോഗ്യമുണ്ടായിരുന്നു, സമ്പത്തുണ്ട്, എല്ലാവരും കൂവത്തിൻ ലഅഫിൻ, പിന്നെ ബലഹീനരായി മാറി. ആ 3 അവസ്ഥ, ബലഹീനൻ, കൂവത്ത്, വീണ്ടും ലഅഫ്, ഷൈബത്ത്, തല നരക്കുക. അങ്ങനെ 3 അവസ്ഥയിലാണ് മനുഷ്യ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യനായി പിറന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അള്ളാഹു താല ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുത്തു. അങ്ങനെ ബുധസാധനങ്ങളിലൊക്കെ പോയി ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മറ്റു ജീവികളെ അപേക്ഷിച്ച് ഉത്കൃഷ്ട ജീവിയാണ്. അവൻ്റെ മക്കളെയൊക്കെ അവർ നല്ല നിലയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു, വിദ്യാഭ്യാസം നൽകി, പോറ്റി ഉയർത്തിക്കൊണ്ടുവരും. മക്കളെ കണ്ട് കാര്യം കിട്ടാണ് കേട്ടോ. അതൊക്കെ മാതാപിതാക്കളുള്ള കടമകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇത് ബുധന്മാരെ ആദരിക്കുന്നതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസും അതിനോടനുബന്ധിച്ചുള്ള ആയത്തും ചരിത്രവുമാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ആരോഗ്യവാന്മാരാണെങ്കിൽ നാളെ നമ്മളും അനാരോഗ്യമുള്ളവരായിത്തീരും. ഇന്ന് നമുക്ക് നല്ല ധൈര്യം ഉണ്ട് എവിടെ പോകാനൊക്കെ, പക്ഷേ നമ്മളെയും ഈ ലഅഫ്, ഈ ബലഹീനത ആവാസത്തേക്കാക്കിത്തീരും. എത്ര വൃദ്ധന്മാരാണ്, എത്ര വൃദ്ധകളാണ് കണ്ണീരും കയ്യുമായി മാറുന്നത് ഈ സമൂഹത്തിൽ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി ആയുസ്സ് നൽകുകയും നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടാവുകയും അതോടൊപ്പം തന്നെ വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുകയും ആ വൃദ്ധസദനത്തിലുള്ള ബുധന്മാരുടെ കുട്ടികൾ ആരൊക്കെയാണെന്ന്, മക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഉപദേശം നൽകി ഇത്തരത്തിലുള്ള പ്രവണതയെ അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. കേട്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.